നെക്സ്റ്റ് വീക്ക് നമ്മുടെ വിമൻ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം നടക്കുകയാണ്. അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അതിന് അല്ലേ. അപ്പോൾ അതിലുള്ള അബ്കാരി ആക്ട്, NDPS ആക്ട് തുടങ്ങിയ ആക്ടുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമുക്ക് അബ്കാരി ആക്ട് നോക്കാം. അബ്കാരി ആക്ട് എന്ന് പറഞ്ഞാൽ 1902 ഓഗസ്റ്റ് 5 കൊച്ചി മഹാരാജാവ് പാസ് ചെയ്തൊരു ആക്ടാണ്. അത് പിന്നീട് തിരുവിതാംകൂർ മേഖലയിലും അതിനുശേഷം കേരള രൂപീകരണത്തിൻ്റെ ശേഷം നമ്മുടെ കേരളത്തിലും മൊത്തത്തിൽ പ്രാബല്യത്തിൽ വന്നൊരു ആക്റ്റാണ്. 1967 ഇതിന് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലഹരി ഉണ്ടാക്കുന്ന മദ്യം, മയക്കുമരുന്നുകൾ പോലുള്ള സാധനങ്ങളുടെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, കയറ്റുമതി, ഇറക്കുമതി, ഗതാഗതം, നിർമ്മാണം, വിൽപ്പന, കൈവശം വെക്കൽ തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ആക്റ്റാണത്. ഡെഫിനിഷൻ ഈ ആക്ട് പ്രകാരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 3 പറഞ്ഞിട്ടുള്ളത് അബ്കാരി വരുമാനം അഥവാ അബ്കാരി റവന്യൂ എന്നാൽ എന്ത് എന്നുള്ളതാണ്. കുറച്ചധികം ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്താണ് എന്ന് ചോദിച്ചാൽ പറയാനും മാത്രം ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അബ്കാരി വരുമാനം എന്നാൽ മദ്യമോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ചുമത്തിയിട്ടുള്ള ഏതെങ്കിലും ഡ്യൂട്ടിയോ ഫീസോ നികുതിയോ പിഴയോ അല്ലെങ്കിൽ കണ്ടുകെട്ടലോ ഉത്തരവോ ഇവയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിനെയാണ്. അതായത് ഈ ആക്ട് പ്രകാരം നമ്മൾ എന്തെങ്കിലും ഒരു നികുതി ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം പറയുന്ന എന്തെങ്കിലും ഫൈന് പിഴയൊക്കെ ഈടാക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അബ്കാരി ആക്ട് പ്രകാരം ഇതിൽ കിട്ടുന്ന വരുമാനത്തിനെയാണ് അബ്കാരി റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് സെക്ഷൻ 3 ക്ലോസ് 2 പറഞ്ഞിട്ടുള്ളത് അബ്കാരി ഓഫീസർ എന്നാൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതാണ്. അത് അബ്കാരി ഓഫീസർ എന്ന് പറഞ്ഞാൽ എക്സൈസ് കമ്മീഷണറോ അതും അല്ലെങ്കിൽ പിന്നെ ഈ വകുപ്പിലെ സെക്ഷൻ 4-5 പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള നിയമപരമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ നിക്ഷിപ്തമായ അല്ലെങ്കിൽ ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ വ്യക്തിയോ ഒക്കെയാണ് അബ്കാരി ഓഫീസർ എന്ന് ഈ ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 1 റവന്യൂ ആണ്, അബ്കാരി റവന്യൂ. 3 ക്ലോസ് 2 അബ്കാരി ഓഫീസറാണ്. റവന്യൂ എന്നുള്ളത് റവൺ എന്ന് അതിൽ തന്നെ കിട്ടുന്നില്ലേ, റവന്യൂ, അങ്ങനെ ഓർത്തു വെച്ചോ. ഇനി സെക്ഷൻ 3 ക്ലോസ് 2A പറയുന്നത് മിശ്രണം എന്നാൽ എന്ത് എന്നാണ്. മിശ്രണം, മിക്സിങ്, ഒരേ തരത്തിലോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 വ്യത്യസ്ത മദ്യങ്ങളുടെ മിശ്രണത്തിനെയാണ് മിശ്രണം എന്ന് പറയുന്നത്, മിക്സിങ്ങിനെയാണ്. അതായത് ഒന്നുകിൽ ഒരേ വീര്യം അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യം ശക്തിയുള്ളതായിട്ടുള്ള മദ്യങ്ങളുടെ കൂട്ടിച്ചേർക്കുക, അതിനെയാണ് മിക്സ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താ പറയുന്നത്, സെക്ഷൻ 3 ക്ലോസ് 2Bയില് 2Bയിൽ ബോണ്ടഡ് വെയർഹൗസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇനി 3 ക്ലോസ് 3 പറയുന്നത് കമ്മീഷണർ എന്താണ് എന്നാണ്. കമ്മീഷണർ എന്താണ് എന്നുള്ളത്. ഇനി സെക്ഷൻ 3 ക്ലോസ് 4 പറയുന്നത് കലക്ടർ എന്താണെന്നുള്ളതാണ്. പിന്നെ എന്താ പറയുന്നത്, എന്താണ് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി സെക്ഷൻ 3 ക്ലോസ് 5 പറയുന്നത് കോമ്പൗണ്ടിങ് എന്നാൽ എന്ത് എന്നാണ്. അതൊന്ന് നോക്കണേ. മിക്സിങ്ങും കോമ്പൗണ്ടിങ്ങും ഒക്കെ ഇതിൽ പറയുന്ന ഡെഫിനിഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്തതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചതോ ആയ സ്പിരിറ്റില് ഫ്ലേവറിങ്ങോ കളറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഒരു വിദേശ മദ്യം തയ്യാറാക്കുക എന്നുള്ളതിനെയാണ് കോമ്പൗണ്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുന്നത്, ഇറക്കുമതി ചെയ്തതോ ഇന്ത്യയിൽ നിർമ്മിച്ചതോ ആയിക്കോട്ടെ, അതിൽ എന്തെങ്കിലും ഒരു ഫ്ലേവറിങ്ങോ കളറിങ്ങോ ഒക്കെ ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊരു വിദേശ മദ്യം തയ്യാറാക്കുന്ന ഒരു രീതി, അതിനെയാ കോമ്പൗണ്ടിങ് എന്ന് പറയാം. ഇനി സെക്ഷൻ 3 ക്ലോസ് 6 അബ്കാരി ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഈ ആക്ട് പ്രകാരമുള്ള ഉദ്യോഗസ്ഥര് നിയമിച്ചിട്ടുള്ള 4 ക്ലോസ് D പ്രകാരം നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥര്. ഇനി പറയുന്നത് ഇതൊന്ന് ശ്രദ്ധിക്കണം. സെക്ഷൻ 3 ക്ലോസ് 6A പറയുന്നത് അറാക്ക് എന്നാൽ എന്തെന്നാണ്. റാക്ക് എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലേ. അറാക്ക് എന്നാൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ അല്ലാത്തതായ മദ്യം ഏതാണോ അതിനെയാണ് അറാക്ക് എന്ന് പറയുന്നത് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാ ഉൾപ്പെടാത്തത്, കള്ള്, ബിയർ, വൈൻ, സ്പിരിറ്റ്, വൈന്, ഇന്ത്യൻ നിർമ്മിത സ്പിരിറ്റ്, വിദേശ മദ്യം,
കൂടാതെ ഇന്ത്യ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ അംഗീകരിച്ച ഒരു ഫോർമുല അനുസരിച്ച് നിർമ്മിച്ചത്, അതും അല്ലെങ്കിൽ പേറ്റന്റ് പ്രൊപ്രൈറ്ററി തയ്യാറെടുപ്പ് സംബന്ധിച്ച കേരള ഗവൺമെന്റ് അനുസരിച്ച് നിർമ്മിച്ച എന്തെങ്കിലും, അല്ലെങ്കിൽ അനുസരിച്ച് നിർമ്മിച്ചതായത്, അതല്ലെങ്കിൽ 68A പ്രകാരം, ഈ നിയമത്തിൽ തന്നെയുള്ള 68A പ്രകാരം ഒരു വിദഗ്ധ കമ്മിറ്റി അല്ലെങ്കിൽ സമിതി ബോണഫൈഡ് ഔഷധ തയ്യാറെടുപ്പിനായി അംഗീകരിച്ചതോ അല്ലാത്ത, അപ്പൊ ഈ പറഞ്ഞതല്ലാത്ത ഏതെങ്കിലും കുടിവെള്ള മദ്യത്തിനെയാണ് അറാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതല്ലാത്തത് എന്നാ പറയുന്നത്, തയ്യാറെടുപ്പായി അംഗീകരിച്ചതോ അല്ലാത്ത ഏതെങ്കിലും മദ്യത്തിനെയാണ് അറാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതല്ല എന്നുള്ള ഓർത്ത് വെക്കണം. 3 ക്ലോസ് 6A അത് പറയുന്നത്. ഇനി അടുത്തത് 3 ക്ലോസ് 7 3 ക്ലോസ് 7 തടവ് എന്നാൽ എന്ത് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ശിക്ഷാ നിയമത്തിൽ നിർവഹിച്ച വിചാരണ തടവാണ്. ഇപ്പം IPC ഇല്ല, BNS ആയി, നിങ്ങൾക്കറിയാം. 3 ക്ലോസ് 8 പറഞ്ഞിട്ടുള്ളത് കള്ള് എന്നാൽ എന്ത് എന്നുള്ളതാണ്. കള്ള് എന്ന് പറഞ്ഞാൽ തെങ്ങ്, പന, ഈന്തപ്പന അല്ലെങ്കിൽ ഏതെങ്കിലും പന, അതിൽ നിന്നെടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ നീര് എന്നർത്ഥമാക്കുന്നുണ്ട് കള്ളിനെ. പിന്നെ 3 ക്ലോസ് 9 പറയുന്ന സ്പിരിറ്റ് ആണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മദ്യം അടങ്ങിയതോ വാറ്റിയെടുക്കൽ വഴി സ്വേദനം വഴിയൊക്കെ ലഭിക്കുന്നതോ ആയ ഏതെങ്കിലും മദ്യം എന്നാണ് സ്പിരിറ്റിനെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് 3 ക്ലോസ് 10 മദ്യം പറയുന്നുണ്ട്. അതിൽ വീഞ്ഞിന്റെ മദ്യം, വീഞ്ഞിന്റെ മദ്യം, വൈന്, കള്ള്, ബിയർ, മദ്യം അടങ്ങിയതോ അടങ്ങിയിരിക്കുന്നതോ ആയ എല്ലാ ദ്രാവകങ്ങളും. 3 ക്ലോസ് 11 ബിയർ പറയുന്നുണ്ട്. ബിയറിൽ ഏൽ, സ്റ്റൗട്ട്, പോർട്ടർ, മാൾട്ടിൽ നിന്ന് സാധാരണയായി ഉണ്ടാക്കുന്ന മറ്റ് എല്ലാ പുളിപ്പിച്ച മദ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് ബിയറിൽ. 3 ക്ലോസ് 12 നാടൻ മദ്യമാണ്, കള്ള് അല്ലെങ്കിൽ ചാരായം. 3 ക്ലോസ് 13 വിദേശ മദ്യമാണ്, നാടൻ മദ്യം ഒഴികെയുള്ളത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി 3 ക്ലോസ് 13A പറയുന്നത് വിദേശ നിർമ്മിത വിദേശ മദ്യം. വിദേശ നിർമ്മിത വിദേശ മദ്യം ഓർക്കണേ. വിദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന, മിശ്രിതമാക്കി കുപ്പിയിലാക്കി കര, വായു, കടൽ വഴി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മദ്യമാണ് വിദേശത്ത് നിർമ്മിച്ച വിദേശ മദ്യം. ഇനി 13A പറഞ്ഞ വിദേശ നിർമ്മിത വിദേശ മദ്യം. ഇനി 3 ക്ലോസ് 13B പറയുന്നത് ഇന്ത്യൻ നിർമ്മിച്ച വിദേശ മദ്യം. അതായത് വിദേശ നിർമ്മിത വിദേശ മദ്യം ഒഴികെയുള്ള വിദേശ മദ്യങ്ങളൊക്കെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളാണ്. അങ്ങനെ ഓർത്ത് വെക്കുക. 3 ക്ലോസ് 15 വിൽപ്പന പറയുന്നു. 3 ക്ലോസ് 16 3 ക്ലോസ് 16 ഇറക്കുമതി. 3 ക്ലോസ് 17 കയറ്റുമതി. പിന്നെ പറയുന്നത് 3 ക്ലോസ് 19 നിർമ്മാണം എന്താണ് എന്ന് പറയുന്നുണ്ട്. 3 ക്ലോസ് 22 ടാപ്പിംഗ് എന്താണ് എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് ഡെഫിനിഷൻ പാർട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ടതായ ഭാഗങ്ങൾ. എന്താണെന്നുള്ളത് നോട്ടായിട്ട് തന്നെ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്, അത് നോക്കി എഴുതിയെടുക്കുക. അപ്പൊ ഇത്രയും ഡെഫിനിഷൻ പാർട്ടിൽ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സെക്ഷൻ 6 മുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം ഈ സെക്ഷൻ, ഈ അബ്കാരി ആക്ടിൽ 72 വരെയാണ് സെക്ഷൻ വരുന്നത്. 1 മുതൽ 72 വരെ സെക്ഷൻ വരുന്നുണ്ട്. നമ്മളിപ്പം മദ്യത്തിന്റെ വിവിധ എന്താ പറയാ കുറെ പറഞ്ഞില്ലേ, കള്ള്, വിദേശ മദ്യം, അങ്ങനെയുള്ള അതൊന്ന് ഓർത്ത് വെച്ച് നമ്മുടെ സിലബസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, ഇതൊക്കെ ഇതിന്റെ ടൈപ്സ് ആണ് എന്നുള്ളത്. അടുത്തത് പറയുന്നത് സെക്ഷൻ 6 പറയുന്നത്. സെക്ഷൻ 6 എന്താ പറയുന്നത്, ഗവൺമെന്റ് പെർമിഷൻ ഇല്ലാതെ ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ്, അതായത് മയക്കുമരുന്ന്, മദ്യം, ഇതൊക്കെ എന്ത് ചെയ്യുന്ന ഇറക്കുമതി പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 6 പറയുന്നത്. സർക്കാരിന്റെയോ അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയ ഓഫീസറിന്റെയോ ഒക്കെ അനുമതിയൊന്നും ഇല്ലാതെ, അതായത് നമ്മൾ സർക്കാരിന് നൽകേണ്ട തീരുവകൾ, ടാക്സ്, ഫീസ് ഇതൊക്കെ ഉണ്ട് അല്ലെ, ഇതൊന്നും അടയ്ക്കാതെ അങ്ങനെയുള്ള ഒരു ഇറക്കുമതി ഒരിക്കലും ചെയ്യാൻ പാടില്ല, അനുവദനീയമല്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 6 പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 7 ആണെങ്കിൽ കയറ്റുമതി. 6 ഇറക്കുമതി, 7 കയറ്റുമതി കേട്ടോ. അപ്പൊ അങ്ങനെ ഓർക്കണേ.
7 പറയുന്ന ഇതേപോലെ തന്നെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരോ സർക്കാരോ അനുവദിക്കാണ്ട് എന്താണ് കയറ്റുമതി മദ്യമോ ലഹരി വസ്തുക്കളോ ഒന്നും കയറ്റുമതി ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് 7 പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? സെക്ഷൻ 8 പറയുന്നത് ഒരു വ്യക്തിയും പെർമിറ്റ് ഇല്ലാതെ, ലൈസൻസ് ഇല്ലാതെ ചാരായത്തിന്റെ നിർമ്മാണോ, ഇറക്കുമതി, കയറ്റുമതി, ഗതാഗതം, കടത്ത്, കൈവശം വെക്കല്, സംഭരണം, വിൽപ്പന ഇതൊക്കെ നിരോധിക്കുന്നുണ്ട്. പ്രോസസ് ചെയ്യുന്നത്, പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, കയറ്റുമതി, ഇറക്കുമതി, സെയിൽ ചെയ്യുന്നത് ഒക്കെ എന്താണ്? ഇതിന്റെയൊക്കെ നിരോധനമാണ് സെക്ഷൻ 8 പറയുന്നത് കേട്ടോ, ഓർത്തു വെക്കണേ. സെക്ഷൻ 9 പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മദ്യമോ ലഹരി ഉണ്ടാക്കുന്ന മരുന്നുകളോ കൊണ്ടുപോകുന്നത് നിരോധിക്കാം. അതായത് ഗതാഗതം നിരോധിക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 9. ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഏതൊക്കെ വകുപ്പുകളാ? 6 ഇമ്പോർട്ട്, അതായത് ഇറക്കുമതി നിരോധനമാണ്. സർക്കാരിന്റെയോ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ പെർമിഷൻ ഇല്ലാണ്ടുള്ള ലിക്കറിന്റെയും ഇൻടോക്സിക്കേറ്റഡ് ഡ്രഗ്സിന്റെയോ ഒക്കെ ഇറക്കുമതി നിരോധിക്കുന്നത് 7, കയറ്റുമതി നിരോധിക്കുന്നത് 8, ലൈസൻസ് ഇല്ലാണ്ട് പ്രോസസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും അങ്ങനെയൊക്കെ പിന്നെ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത് തടയുന്നതാണ് 8. 9 പറയുന്നത് ഗതാഗതം നിരോധിക്കുന്നതാണ്. ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് ലഹരി ഗതാഗതം, ലഹരി കൊണ്ടുപോകുന്നതൊക്കെ നിരോധിക്കുന്നതാണ്. ഇനി അടുത്ത് 11 പെർമിറ്റ് ഫോർ ട്രാൻസ്പോർട്ട്, അതായത് ഗതാഗതത്തിനുള്ള അനുമതികളാണ് 11 പറയുന്നത്. അതായത് മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കൊണ്ടുപോകാൻ പെർമിറ്റ് അതിനായി അധികാരപ്പെടുത്തിയ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നൽകാവുന്നതാണ് എന്നാ പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കും പെർമിറ്റ് കൊടുക്കുക. സെക്ഷൻ 12 പറയുന്നത് എന്താണ്? ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം അല്ലാത്ത മദ്യത്തിന്റെ ലഹരി പദാർത്ഥത്തിന്റെ ഒക്കെ നിർമ്മാണം നിരോധിച്ചുകൊണ്ടുള്ള സെക്ഷനാണ് 12 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 12A പറയുന്നു മദ്യമോ ലഹരി വസ്തുക്കളുടെ അടങ്ങിയ എന്തെങ്കിലും ഒരു നിർമ്മിക്കുന്നതിന്റെ തയ്യാറെടുപ്പിനെയാണ് സെക്ഷൻ 12A പറയുന്നത്. സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതായ യാതൊരു തയ്യാറെടുപ്പും അളവിൽ കൂടുതലായിട്ട് നിർമ്മിക്കാൻ വേണ്ടി പാടില്ല. കമ്മീഷണർ നിർദ്ദേശിക്കുന്ന അളവിൽ കൂടുതലായിട്ട് പാടില്ല എന്ന് പറയുന്നത് 12A. ഇനി അടുത്ത് 12 ചില മദ്യത്തിന്റെയോ അല്ലെങ്കിൽ മരുന്നിന്റെയോ ഒക്കെ ഉപഭോഗവും കൈവശം വെക്കുന്നതിന്റെ പരിധിയും ഒക്കെ പറയുന്നത് 12B. ഇനി 12C എന്താ പറയുന്നത്? 12C വ്യാജമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേബലില് സുരക്ഷാ സ്റ്റിക്കറിന്റെ ഒക്കെ വ്യാജ നിർമ്മാണം വിൽക്കലോ വാങ്ങലോ സ്വീകരിക്കലോ കൈവശം വെക്കുന്നതിന്റെയോ ഒക്കെ നിരോധനം പറഞ്ഞിട്ടുള്ളത് 12C. അതായത് മദ്യം വിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലേബല്, സുരക്ഷാ സ്റ്റിക്കർ ഒട്ടിക്കുക, വ്യാജ നിർമ്മാണ പ്രക്രിയയുടെ ഏതെങ്കിലും ഭാഗം അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ 13 പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന അളവിൽ കൂടുതലായി മദ്യമോ ലഹരി വസ്തുക്കളോ ഒന്നും കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ശരിക്കും നമ്മുടെ സിലബസിൽ എത്രയൊക്കെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്, കൈവശം വെക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, അളവ് എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതൊന്ന് കാണിക്കാം. ഏതൊക്കെയാ? കള്ള് പറയുകയാണെങ്കിൽ 1.5 ലിറ്റർ ആണ് ഇതിൽ പറയുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 3 ലിറ്റർ ആണ്. ബിയർ ആണെങ്കിലും വൈൻ ആണെങ്കിലും 3.5 പറയുന്നുണ്ട്. വിദേശ നിർമ്മിത വിദേശ മദ്യം ആണെങ്കിൽ 2.5 പറയുന്നുണ്ട്. കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ 1 ലിറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കൈവശം വെക്കാവുന്ന സർക്കാർ നിർദ്ദേശിക്കുന്ന അളവ് എന്ന് പറയുന്ന ഇതാണ്. സിലബസിൽ പറയുന്നുണ്ട്. ടൈപ്പ് ഓഫ് ലിക്കർ ചോദിച്ചിട്ടുണ്ട്. കൈവശം വെക്കാവുന്ന അളവ് ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഓരോ സെക്ഷനിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. 15 എന്താ പറയുന്നത്? കള്ളൊഴിവാക്കാനുള്ള അധികാരം. അതായത് കള്ളൊഴികെയുള്ള മദ്യോ ലഹരി പദാർത്ഥങ്ങളോ ഒക്കെ ലൈസൻസ് ഇല്ലാണ്ട് വിൽക്കുന്നത് നിരോധിക്കുന്നതാണ് സെക്ഷൻ 15 പറയുന്നത്. അപ്പൊ കള്ളൊഴികെയുള്ള മദ്യ ലഹരി ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നിരോധിക്കുന്നത് സെക്ഷൻ
15 അതായത് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ കള്ളൊഴികെ എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഏതെങ്കിലും മരത്തിൽ നിന്ന് കള്ളിന് അവകാശമുള്ള ഒരാളാണെങ്കിൽ, അതിന് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ട് വേറെ ലൈസൻസ് വേണ്ട. അപ്പോൾ ബാക്കിയുള്ള മദ്യ ലഹരി പദാർത്ഥങ്ങളോ കള്ളൊഴികെയുള്ളതാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്നത് നിരോധിക്കുന്നതാണ് സെക്ഷൻ 15. ബാക്കിയുള്ള ഇനി പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 15A, 15B, 15C നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയയാണ്. 15A പറയുന്നത് 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം കഴിക്കുന്നതോ ഉപയോഗിക്കുന്നതോ നിരോധിക്കുന്ന ഒരു സെക്ഷനാണ് 15A. 15B പറയുന്നത് ഇതേ 23 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾ, 23 വയസ്സിന് പ്രായത്തിന് താഴെയുള്ള കുട്ടികൾ മദ്യം വിൽക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് 15B പറയുന്നത്. വിതരണം ചെയ്യോ വിൽക്കുകയോ ചെയ്യരുത് എന്നുള്ളത്. 15C പറയുന്നത് പൊതുസ്ഥലങ്ങളിലെ മദ്യത്തിന്റെ ഉപഭോഗമാണ്, അത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പൊതുസ്ഥലത്ത് മദ്യം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ തെരുവ്, കോടതി, പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ മറ്റു പൊതു ഓഫീസുകൾ, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ക്ലബ്ബുകൾ, ഇതൊക്കെ പൊതുവിനോദ കേന്ദ്രങ്ങൾ, ഇതൊക്കെ പൊതുസ്ഥലമായിട്ടാണ് പറയുന്നത്. അവിടുന്ന് കള്ള് ഉപയോഗിക്കാൻ വേണ്ടി മദ്യം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്ന 15C ആണ്. ഓർത്ത് വെക്കണേ. സെക്ഷൻ 21 പറയുന്നത് കള്ള് കർഷകന് ലൈസൻസ് നൽകുന്നതിന്റെ പ്രതിപാദിക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 21. 26 സെക്ഷനിൽ പറയുന്നത് ഈ ലൈസൻസ് കൊടുത്ത ആൾക്ക് ആക്ടിന് കീഴിൽ അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും ലൈസൻസോ പെർമിറ്റോ ഒക്കെ റദ്ദാക്കാനോ താൽക്കാലികമായി നിർത്താനോ ഒക്കെ കമ്മീഷണർക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നതാണ്. ലൈസൻസ് തിരിച്ചു പിരിക്കാനുള്ള അധികാരം കൊടുക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 26. 30A ആണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. അടുത്ത സെക്ഷൻ ഇതിലെന്താ പറയുന്നത്? കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം, ഈ ആക്ട് പ്രകാരം പറയുന്ന കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനായി അബ്കാരി ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അതേ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് 30A. സിമിലർ ആയിട്ടുള്ള പവർ എസ് പോലീസ് ഓഫീസർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ആർക്കാ ഉണ്ടാവുക? അബ്കാരി ഓഫീസർക്കും അതേ പവർ ഉണ്ടാവും എന്ന് പറയുന്നതാണ് 30A. ഇനി പറയുന്നത് എന്താണ്? 31 ചില അബ്കാരി ഓഫീസേഴ്സിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ വാറണ്ട് ഇല്ലാതെ വീട് പരിശോധിക്കുക, അതിനൊക്കെയുള്ള അധികാരം കൊടുക്കുന്നതാണ്. സെർച്ച് ആൻഡ് സീഷ്യർ ആണ്. വാറണ്ട് വിത്തൗട്ട് വാറണ്ട് സെർച്ച് ആൻഡ് സീഷ്യർ നടത്താൻ പറ്റും എന്ന് പറയുന്നത് സെക്ഷൻ 31. സെക്ഷൻ 32 എന്താ പറയുന്നത്? നിർമ്മാണം നടത്തുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രവേശിച്ച് പരിശോധിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട് സെക്ഷൻ 32. പ്രിവെന്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത അബ്കാരി ഓഫീസേഴ്സിന് നിർമ്മാണ വിൽപ്പന സ്ഥലങ്ങളിൽ പ്രവേശിച്ച് പരിശോധിക്കാനുള്ള അധികാരം കൊടുക്കുന്ന, അതും അല്ലെങ്കിൽ അധികാരപ്പെടുത്തി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് ലൈസൻസ് ഉള്ള നിർമ്മാണ വിൽപ്പന സ്ഥലങ്ങളിൽ പ്രവേശിച്ച് പരിശോധിക്കാനുള്ള അധികാരം കൊടുക്കുന്ന വകുപ്പാണ് സെക്ഷൻ 32. ഇനി 33 പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സെർച്ച് ആൻഡ് സീഷ്യറോ അല്ലെങ്കിൽ അറസ്റ്റോ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു പ്രതിരോധം ഉണ്ടായാൽ ബലപ്രയോഗത്തിലൂടെ മറ്റും ഇവിടേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന സെക്ഷനാണ് അല്ലെങ്കിൽ വകുപ്പാണ് 33. ഒരു അബ്കാരി ഓഫീസർക്ക് കർത്തവ്യ നിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിരോധം ഇവർ തീർക്കുകയാണെങ്കിൽ ബലപ്രയോഗത്തിലൂടെ എൻട്രി ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പുറവാതിലോ അകത്തവാതിലോ ജനാലയോ ഒക്കെ തകർത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇനി 34 പറയുന്ന അറസ്റ്റ് വിത്തൗട്ട് വാറണ്ടാണ്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും വാറണ്ട് ഇല്ലാതെ മദ്യം, വാഹനങ്ങൾ മുതലായവയൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റും അബ്കാരി ഓഫീസർക്ക് ഈ വകുപ്പിന് കീഴിൽ എന്ന് പറയുന്നതാണ് സെക്ഷൻ 34. 44 പറയുന്ന അബ്കാരി ഉദ്യോഗസ്ഥർക്ക് സാക്ഷികളെ വിളിച്ചു വരുത്താം. ഈ ഒരു ആക്ട് പറയുന്ന ഏതെങ്കിലും കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിറ്റ്നസിനെയൊക്കെ അബ്കാരി ഉദ്യോഗസ്ഥർക്ക് വിളിച്ചു വരുത്താം എന്ന് പറയുന്നതാണ് 44. ഇനി 48 പറയുന്ന അബ്കാരി നിയമങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സംശയിക്കുന്ന വ്യക്തികളെയൊക്കെ ഇൻസ്പെക്ടർക്ക് വിളിച്ചു വരുത്താവുന്നതാണ് എന്ന് പറയുന്നത്. 50 സെക്ഷൻ 50 റിപ്പോർട്ടിനെ കുറിച്ചാണ്
പറയുന്നത്. അബ്കാരി ഓഫീസറുടെ റിപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളത്. കാലതാമസം കൂടാതെ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. റിപ്പോർട്ട് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് സമർപ്പിക്കുക. ഈ റിപ്പോർട്ട് 1974 CRPC ക്രിമിനൽ നടപടി സംഹിതയുടെ 173 ക്ലോസ് 2 വകുപ്പ് അനുസരിച്ചുള്ള റിപ്പോർട്ടായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 50 ഇതൊക്കെ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 50. ഇനി 50A പറയുന്നത് റിപ്പോർട്ട് ലഭിച്ച ഉടൻ മജിസ്ട്രേറ്റ് അത്തരം കുറ്റകൃത്യത്തെ കുറിച്ച് അന്വേഷിക്കുകയും സെഷൻസ് കോടതിക്ക് മാത്രം വിചാരണ ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യമാണെങ്കിൽ അങ്ങോട്ടേക്ക് സമർപ്പിക്കുകയും ചെയ്യാം. അപ്പൊ സെഷൻ കോടതിയിലേക്ക് കേസ് അയക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് വെച്ചാൽ 50A പ്രകാരമാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. 51 അധികാരമാണ്. ആരുടെ അധികാര? മജിസ്ട്രേറ്റിന് മുമ്പാകെ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടറിന്റെ അധികാരം പറയുന്നതാണ്. മജിസ്ട്രേറ്റിനാണ് ജാമ്യം കൊടുക്കാനുള്ള അധികാരമുള്ളത് കേട്ടോ. ഇനി 52 പ്രത്യേക അധികാരം ഇല്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ലാത്ത കുറ്റാരോപിതൻ. ഈ നിയമപ്രകാരം കുറ്റം ചെയ്തതോ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടതോ അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നതോ ആയ വ്യക്തി ന്യായമായതിനേക്കാൾ കൂടുതൽ കാലം തടങ്കലിൽ വെക്കാൻ വേണ്ടി പറ്റില്ല. പിടിച്ചെടുത്ത വസ്തുക്കളുടെ ചുമതല പോലീസ് ഏറ്റെടുക്കും. അതായത് ഈ വകുപ്പ് പ്രകാരം അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം പിടിച്ചെടുത്ത കൈമാറുന്നതായ വസ്തുക്കളൊക്കെ മജിസ്ട്രേറ്റിന്റെയോ ഇൻസ്പെക്ടറുടെയോ ഉത്തരവ് ലഭിക്കുന്നത് വരെ സുരക്ഷിതമായി കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി 53A പറയുന്നത് എന്താ? കോടതികളുടെ അധികാര പരിധി പറയുന്നതാണ് 53B പറയുന്നത്. 55B പറയുന്നത് പ്രകൃതി വിരുദ്ധമായ സ്പിരിറ്റിനെ മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമാക്കുന്നതിനോ റെൻഡർ ചെയ്യുന്നതിനോ ഉള്ള ശിക്ഷ പറയുന്ന 55B ഏതെങ്കിലും ഒരു ലേബല്, ഒരു പ്രത്യേക സുരക്ഷിതത്വമുള്ള ഒരു ലേബല് അല്ലെങ്കിൽ സുരക്ഷാ സ്റ്റിക്കറിന്റെ ഒക്കെ വ്യാജ നിർമ്മാണവും വിൽപ്പനയൊക്കെ ഉള്ള ശിക്ഷ അല്ലെങ്കിൽ പിഴ പറയുന്ന 55C. 55D ഒന്ന് ഓർത്തു വെക്കണം. ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷയാണ് 55D വരുന്നത്. 55E പറയുന്നത് 55E പറയുന്ന വ്യാജരേഖ നിർമ്മിക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ ഉള്ള പിഴയാണ്. ലഹരി മരുന്ന് നിർമ്മിക്കാനോ സംഭരിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ വ്യാജരേഖ നിർമ്മിക്കാം. അതിന്റെ ഒരു എഫക്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ അങ്ങനെ ഒരു വ്യാജരേഖ ചമച്ചിട്ടാണ് ഇത് വിൽക്കുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് 55E പറയുന്നത് പിഴ. 55H 55I കൂടെ നോക്കണം. 55H നിയമവിരുദ്ധമായ പരസ്യത്തിനുള്ള പിഴയാണ്. ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യാനോ ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് പരസ്യം അച്ചടിക്കുക അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുക, അതിനൊക്കെ ചെയ്യുന്നതാണ്. 6 മാസം വരെയുള്ള തടവും 25,000 രൂപ വരെ പിഴയും ഉണ്ട്. 55I എന്താ പറയുന്നത്? തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുന്ന സിനിമാശാലകളിൽ മദ്യം കഴിക്കുന്നതിൻ്റെയോ പ്രദർശിപ്പിക്കുന്നതിൻ്റെയോ ഒക്കെ രംഗം മുന്നറിയിപ്പില്ലാണ്ടാണ് കാണിക്കുന്നതെങ്കിൽ, നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഏത് പരസ്യം കാണുമ്പോൾ ഒക്കെ ഇൻജുറീസ് ടു ഹെൽത്ത് ആണെന്നും പിന്നെ ഇത് നിയമപരമായിട്ടുള്ള വാണിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. അങ്ങനെ അല്ലാതെ കാണിച്ചാലുള്ള ശിക്ഷയാണ് പറയുന്നത്. ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. 56 ലൈസൻസ് ഉള്ളയാളുടെ ദുഷ്പ്രവൃത്തി അതിനുള്ള നിരോധനമാണ് പറയുന്നത് 56. 57 ലൈസൻസ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നിർമ്മാതാവ് മായം ചേർക്കുന്നതിനെ കുറിച്ചാണ്, അഡൾട്ടറേഷൻ ആണ് 57 പറയുന്നത്. ഇനി 57 ക്യാപിറ്റൽ A ആണ്. മദ്യത്തിൽ മായം ചേർക്കുന്നതിനോ അല്ലെങ്കിൽ ദോഷകരമായ വസ്തുക്കൾ ചേർത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനോ മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുന്നതോ പരിക്കേൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ മായം ചേർക്കുക ഉപയോഗിക്കുന്നതിന് അത് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 57A. 2 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവും 50,000 രൂപ വരെ പിഴയും ഇതിനുണ്ട് 57A.
പിന്നെ 58 നിയമവിരുദ്ധമായി മദ്യം കൈവശം വെച്ചതിനുള്ള വകുപ്പാണ് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് നിയമപരമായ അധികാരമില്ലാണ്ട് കൈവശം വെക്കുകയാണെങ്കിൽ, നികുതി അല്ലെങ്കിൽ വാടകയൊന്നും ഇല്ലാതെ നിയമപരമല്ലാത്ത രീതിയിൽ കൈവശം വെക്കുകയാണെങ്കിൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും മജിസ്ട്രേറ്റിന് ചുമത്താവുന്നതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുന്നതിന് നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പാണ് 61. നിയമവിരുദ്ധമായി മോചിപ്പിക്കുകയോ രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിനെതിരെ. ചില കേസുകളിൽ കുറ്റകൃത്യം ചെയ്തതായി അനുമാനിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 64. ഇനി 64A ഇമ്പോർട്ടൻ്റ് ആണ്. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നൊക്കെ നിർമ്മിക്കാനോ വിൽക്കാനോ സൂക്ഷിക്കാനോ ഒക്കെ ഭൂമിയും കെട്ടിടവും വെഹിക്കിളും അങ്ങനെയൊക്കെ അനുവദിക്കുന്നതിനുള്ള അനുവദിച്ചാലുള്ള പിഴയാണ് 64A പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ആക്ടില് ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? മദ്യവിൽപ്പന നിരോധിച്ച ദിവസമാണ് ഡ്രൈ ഡേ. അത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഏതൊക്കെയാ ഡ്രൈ ഡേ ആയിട്ട് വരുന്നത്? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഡ്രൈ ഡേ ആണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധിയും ഡ്രൈ ഡേ ആയിട്ടാണ്. ഗാന്ധി ജയന്തിയും മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനവും ജനുവരി 30 അതും എന്താണ്? ഡ്രൈ ഡേ ആണ്. കൂടാതെ ഏതാണുള്ളത്? പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനും ഡ്രൈ ഡേ ആയിട്ടാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പാണെങ്കിലും വോട്ടെണ്ണൽ ദിവസം 48 മണിക്കൂർ വരെയുള്ള സമയവും, പിന്നെ എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും ഡ്രൈ ഡേ ആണ്. കള്ള് ഷാപ്പില്ല കേട്ടോ അതിൽ. പിന്നെ ദുഃഖവെള്ളി, അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം അതായത് ജൂൺ 26 കേട്ടോ. അത്രയും എന്താണ്? ഡ്രൈ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ്, ഏതൊക്കെ സെക്ഷനാണ് ഇതിൽ പറയുന്ന എല്ലാ സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകൾ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ലിക്കർ ഉണ്ട് എന്നുള്ളത്, കൈവശം വയ്ക്കാവുന്ന അളവുകൾ, ഡെഫിനിഷൻസ്, സെക്ഷൻസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്തു. ഇത്രയാണ് ഈ ഒരു ആക്ട് പ്രകാരം പ്രധാനപ്പെട്ടത് പഠിക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുള്ളത് അതും കൂടെ ഒന്ന് നോക്കി. കേരള അപ്കാരം കള്ള് ചെത്തുന്നതിന് വേണ്ടി തെങ്ങ്, പന അങ്ങനെയുള്ള മരങ്ങൾ പെടുത്തുന്നതിനെയാണ് പറയുന്നത്. അതായത് എക്സൈസ് വകുപ്പാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർക്കണേ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എന്തെങ്കിലും ഇതിൽ പെടാത്തത് കിട്ടുകയാണെങ്കിൽ ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു.